രാജ്യത്തെ ടെലികോം സേവനദാതാക്കളുടെ അടുത്ത ഘട്ട മൊബൈൽ റീചാർജ് നിരക്ക് വർധന ഉടനുണ്ടാകുമെന്ന് റിപ്പോർട്ട്. 2026-ൽ ടെലികോം കമ്പനികളിൽ നിന്ന് നിരക്ക് വർധന പ്രതീക്ഷിക്കണമെന്നാണ് മുന്നറിയിപ്പ്. രാജ്യത്തെ ടെലികോം സേവനദാതാക്കളുടെ അടുത്ത ഘട്ട മൊബൈൽ റീചാർജ് നിരക്ക് വർധന ഉടനുണ്ടാകുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. 2026-ൽ തന്നെ ടെലികോം കമ്പനികളിൽ നിന്ന് നിരക്ക് വർധന പ്രതീക്ഷിക്കണമെന്നാണ് ആഗോള നിക്ഷേപക സ്ഥാപനമടക്കം മുന്നറിയിപ്പ് നൽകിയത്. റിലയൻസ് ജിയോ, ഭാരതി എയർടെൽ, വോഡാഫോൺ ഐഡിയ തുടങ്ങിയ സ്വകാര്യ വമ്പന്മാരുടെ പ്രീപെയ്ഡ് പോസ്റ്റ്പെയ്ഡ് പ്ലാനുകൾ നിരക്കുകൾ വർദ്ധിക്കുമെന്നാണ് റിപ്പോർട്ട് കൂട്ടിച്ചേർക്കുന്നത്. സ്വകാര്യ ടെലികോം സേവനദാതാക്കളുടെ നിരക്കു വർധന രാജ്യത്തെ സാധാരണക്കാരുടെ ബജറ്റിനെ തന്നെ താളം തെറ്റിച്ചേക്കും. നിലവിൽ രാജ്യത്ത് മൊബൈൽ ഏറ്റെടുക്കൽ നിരക്ക് കുത്തനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയുമാണ്. വീട്ടിലെ അംഗങ്ങൾ എല്ലാവരും തന്നെ ഇന്ന് മൊബൈൽ ഉപയോഗിക്കുന്ന സ്ഥിതിവിശേഷവുമുണ്ട്. ബഹുഭൂരിപക്ഷവും ഒന്നിലധികം സിമ്മുകളും ഉപയോഗിക്കുന്നവരാണ്. ഇത്തരക്കാരെ സംബന്ധിച്ച് നിരക്കു വർധന വലിയൊരു തലവേദന തന്നെ ആയേക്കും. ചില സ്ഥാപനങ്ങളുടെ വിലയിരുത്തലുകളിൽ ആസന്നമായ നിരക്കു വർധന 16 മുതൽ 20% വരെ ആയിരിക്കുമെന്നതാണ്. അതായത് ഉദാഹരണത്തിന് നിലവിൽ 100 രൂപയ്ക്ക് ലഭ്യമായ ഒരു ടെലികോം സേവനത്തിന് അധികം വൈകാതെ 120 രൂപയിലേക്ക് എത്തിയേക്കും. 4G, 5G പ്ലാനുകളുടെ നിരക്കുകളിൽ ഈ കയറ്റം ഉണ്ടാകുമെന്നും റിപ്പോർട്ട് പറയുന്നുണ്ട്. മുമ്പ് നിരക്കു വർധന നേർത്തതായിരിക്കുമെന്നായിരുന്നു വിലയിരുത്തൽ. എന്നാൽ നിലവിലെ റിപ്പോർട്ടുകൾ ഇതിന്റെ മൂർച്ച കൂട്ടുമെന്ന സൂചനയാണ് നൽകുന്നത്. നിരക്കു വർധനകൾക്കൊപ്പം ചെറുമൂല്യമുള്ള പ്രീപെയ്ഡ് പോസ്റ്റ്പെയ്ഡ് പ്ലാനുകൾ അപ്രത്യക്ഷമാക്കാനുള്ള സാധ്യതയും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഇത് ഉയർന്ന മൂല്യമുള്ള പ്ലാനുകൾ തിരഞ്ഞെടുക്കാൻ ഉപയോക്താക്കളെ നിർബന്ധിതമാക്കും. കൂടാതെ നിലവിൽ ബജറ്റ് പ്ലാനുകളിൽ പോലും ലഭ്യമായ OTT സേവനങ്ങൾ പ്രീമിയം പ്ലാനുകളിലേക്ക് മാത്രമായി ഒതുങ്ങാനുള്ള സാധ്യതയും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ടെലികോം കമ്പനികളുടെ നിരക്കു വർധന സീരീസിലെ 4ാമത്തെ ഇടപെടലാകും ഉടൻ സംഭവിക്കുക. റിപ്പോർട്ട് പ്രകാരം 8 വർഷത്തിനിടെ 2019, 2021, 2024 വർഷങ്ങളിൽ ടെലികോം കമ്പനികൾ നിരക്കുകൾ വർദ്ധിപ്പിച്ചിരുന്നു. ഉയർന്ന വരുമാനം ലക്ഷ്യമിട്ടുള്ള ടെലികോം കമ്പനികളുടെ നീക്കങ്ങളാണ് നിരക്കു വർധനയ്ക്ക് ആധാരം. നിരക്കുകൾ വർദ്ധിപ്പിക്കുന്നത് കമ്പനിയുടെ ശരാശരി ഉപഭോക്തൃ വരുമാനവും വർദ്ധിപ്പിച്ചേക്കും. ന്യൂസ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.